മാന്യമഹാജനങ്ങളെ, നമ്മളെല്ലാവരും ആകാംക്ഷാഭരിതരായി കാത്തിരുന്ന ആ നിമിഷം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ മാവേലി തമ്പുരാൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ മന്ദിരത്തിന്റെ പ്രവേശന കവാടത്തിൽ എത്തിച്ചേരുന്നതാണ് എന്ന സന്തോഷകരമായ വാർത്ത ഇവിടെ നാം പ്രഖ്യാപിച്ചു കൊള്ളുന്നു. ആയതിനാൽ എല്ലാവരും തൽസ്ഥാനങ്ങളിൽ വന്നിരുന്ന് അദ്ദേഹത്തെ ആദരവോടും ബഹുമാനത്തോടും കൂടി ഈ വേദിയിലേക്ക് ആനയിക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. ആഘോഷ കമ്മിറ്റിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് തമ്പുരാൻ നടന്നു വരുന്ന വീതിയിൽ യാതൊരു തടസ്സങ്ങളുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. താഴെ പറയുന്ന ക്രമപ്രകാരമായിരിക്കും തമ്പുരാന്റെ ഈ വേദിയിലേക്കുള്ള എഴുന്നള്ളിപ്പ്. ഏറ്റവും ഫ്രണ്ടിലായിട്ട് വാദ്യമേളങ്ങൾ, അതിന് പുറകിലായിട്ട് താലപ്പൊലിയേന്തിയ വനിതകൾ, അതിന് പുറകിലായിട്ട് നമ്മുടെ മഹാബലി തമ്പുരാൻ ഈ വേദിയിലേക്ക് മന്ദം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കടന്നു വരുന്നതാണ്. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് തമ്പുരാൻ ഈ വേദിയിലൂടെ കടന്നു വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്ന് തമ്പുരാനെ ആദരവോടെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആയതിനാൽ ആരാണാവോ? നമസ്കാരം. ഞാൻ വിജയൻ നായർ, ഇവിടുള്ള അമ്പലത്തിന്റെ രക്ഷാധികാരിയാണ്. നല്ല കാര്യം. അങ്ങയുടെ ആഗമന ഉദ്ദേശം അറിയിച്ചാലും. ഇന്ന് വൈകുന്നേരം 4:30 മണിക്ക് പ്രതിഷ്ഠ പൂജയ്ക്ക് വിളക്ക് കൊളുത്തുവാൻ ചക്രവർത്തി തമ്പുരാനെ ക്ഷണിക്കാൻ വന്നതാണ്. നല്ല കാര്യം. നമ്മൾ ഈ വിശിഷ്ടാതിഥി ആരാണാവും? സലാമലൈക്കും. നമസ്കാരം. ആഗമന ഉദ്ദേശ്യം അറിയിച്ചാലും. നമ്മൾ സെയ്ദ് മുഹമ്മദ് മൗലവി, നമ്മൾ വന്നത് നമ്മളുടെ മദ്രസയുടെ ഉദ്ഘാടനത്തിന് തിരുമനസിനെ ക്ഷണിക്കാൻ വേണ്ടിയാണ്. വളരെ നല്ല കാര്യം. അങ്ങേക്കും ഏത് സമയമാണോ അങ്ങയുടെ ചടങ്ങുകൾ? ഞങ്ങളുടെ ചടങ്ങുകൾ 4:30 മണിക്ക് തുടങ്ങും. വളരെ നല്ല കാര്യം. ഈ മാന്യവ്യക്തി ആരാണോ? ഞാൻ കർത്തിനാൾ തലച്ചെല്ലൂർ. നമസ്കാരം. ഇവിടുത്തെ ആശുപത്രിയുടെ ഉദ്ഘാടന കർമ്മത്തിന് തിരുമനസിനെ ക്ഷണിക്കുവാൻ വേണ്ടി വന്നതാണ്. കൃത്യം 4:30 തന്നെ ഞങ്ങളുടെ ഉദ്ഘാടനം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വളരെ വളരെ നല്ല കാര്യം. ഒരു കാര്യം ചെയ്യും. തമ്പുരാൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇങ്ങോട്ട് കടന്നു വരുന്നതാണ്. തമ്പുരാൻ വന്ന ശേഷം നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഒരു കാര്യം ചെയ്യും. നമ്മൾ കൊട്ടാരത്തിന്റെ സ്വീകരണ മുറിയിലേക്ക് പോയി വിശ്രമിച്ചാലും. ആരവിടെ? നമ്മുടെ ഈ വിശിഷ്ടാതിഥികളെ കൊട്ടാരത്തിന്റെ സ്വീകരണ മുറിയിലേക്ക് ആനയിച്ചാലും അവർക്ക് അവിടെ വിശ്രമിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിപ്പെടുന്നു. ആയതിനാൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തമ്പുരാനെ ഈ വേദിയിലേക്ക് ആനയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആയതിനാൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ നിമിഷം ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ കിട്ടിയ അറിയിപ്പ്, നമ്മുടെ മഹാബലി തമ്പുരാന്റെ രഥം മന്ദം ഈ വേദിയുടെ പ്രവേശന കവാടത്തിൽ എത്തിച്ചേർന്നു എന്നുള്ള സന്തോഷ വാർത്ത ഇതിനാൽ ഇവിടെ അറിയിച്ചു കൊള്ളുന്നു. വിശിഷ്ടാതിഥികൾ എത്രയും പെട്ടെന്ന് പ്രവേശന കവാടത്തിലേക്ക് ചെന്ന് നമ്മുടെ തമ്പുരാനെ സ്വീകരിച്ചായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആരതി ഒഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കകം തമ്പുരാൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്നതാണ്. വാദ്യമേളക്കാരും മുത്തുപുഴയെടുക്കുന്നവരും താലപ്പൊലിയേക്കുന്ന വനിതകളും ഒന്നൊരുക്കി ഒഴിച്ചുമെഴുകിയ കിഴക്കേ മലയിൽ ആളുമാക്കും കുറവയോടെ ഒരെഴുന്നള്ളത്ത്
മുറുകുടലുകൾ 60 തിരിലകളാൽ അകലായി തീർത്ത വിരുമ്പറ പൊന്നാനകൾ വട്ടം കെട്ടിയൊരമ്പാരിയുമാക്കും കിളിയും തീരിക്കുട കാവടി മേളം നടവഴിയിൽ പട്ടുവിധാനം മാമനനാടടക്കി വാണൊരു മാവേലി പെരുമാൾ വരവാൽ പൊന്നൊരുക്കി ഒഴിച്ചു മെഴുകിയ കിഴക്കേ മലയിൽ ആളുമാത്തും പുറവയോടെ ഒരെഴുന്നള്ളത്ത് ഒരു ചെറു തോണിയിൽ അലങ്കാര പല്ലക്കിലായ അരജന മഹാബലി എഴുന്നള്ളത്തായി കനത്ത മോദമൊടിറങ്ങി നല്ലൊരു വെളുത്തു സുന്ദര ഭൂപാലൻ നീച്ചു നിൽക്കണ ജനങ്ങളോടവൻ അടുത്തു കൈകുപ്പി കനത്ത മോദമൊടിറങ്ങി നല്ലൊരു വെളുത്തു സുന്ദര ഭൂപാലൻ നീച്ചു നിൽക്കണ ജനങ്ങളോടവൻ അടുത്തു കൈകുപ്പി ഒരു ചെറു തോണിയിൽ അലങ്കാര പല്ലക്കിലായ അരജന മഹാബലി എഴുന്നള്ളത്തായി കനത്ത മോദമൊടിറങ്ങി നല്ലൊരു വെളുത്തു സുന്ദര ഭൂപാലൻ നീച്ചു നിൽക്കണ ജനങ്ങളോടവൻ അടുത്തു കൈകുപ്പി കനത്ത മോദമൊടിറങ്ങി നല്ലൊരു വെളുത്തു സുന്ദര ഭൂപാലൻ നീച്ചു നിൽക്കണ ജനങ്ങളോടവൻ അടുത്തു കൈകുപ്പി ഒന്നൊരുക്കി ഒഴിച്ചു മെഴുകിയ കിഴക്കേ മലയിൽ ആളുമാക്കും കുറവയോടെ ഒരെഴുന്നള്ളത്ത് മുറുകുടലുകൾ 60 തിരിലകളാൽ അകലായി തീർത്ത വിരുമ്പറ പൊന്നാനകൾ വട്ടം കെട്ടിയൊരമ്പാരിയുമാക്കും കിളിയും തീരിക്കുട കാവടി മേളം നടവഴിയിൽ പട്ടുവിധാനം മാമനനാടടക്കി വാണൊരു മാവേലി പെരുമാൾ വരവാൽ ഒന്നൊരുക്കി ഒഴിച്ചു മെഴുകിയ കിഴക്കേ മലയിൽ ആളുമാക്കും കുറവയോടെ ഒരെഴുന്നള്ളത്ത് ഈ തിരുവോണ ദിവസം നമുക്ക് ഇവിടെ കടന്നു വരുവാനും നമ്മളുടെ പ്രജകളുടെ സ്നേഹോപചാരങ്ങൾ ഏറ്റുവാങ്ങുവാനും കിട്ടിയ ഈ അസുലഭ സന്ദർഭത്തിന് നാം നിങ്ങളോടെല്ലാവരോടും കടപ്പെട്ടിട്ടുണ്ട്. നാം വരുന്ന വഴിയിൽ നാം ഭരിച്ചിരുന്നത് പോലെ തന്നെ എല്ലാവരും പുഞ്ചിരിയോടുകൂടി മാത്രമാണ് നമ്മെ എതിരേറ്റത്. എങ്ങും ഒരു കുറവും നാം കണ്ടില്ല. നമ്മുടെ മന്ദിരത്തിൽ വന്നപ്പോൾ ആ ബാലവൃദ്ധം ജനങ്ങൾ ആയിരക്കണക്കായി നമുക്ക് വേണ്ടി കാത്തിരുന്നു ക്ഷമയോടെ. ഇത് കാണുമ്പോൾ എന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. നാം ഇവിടെ വരുന്ന ദിവസങ്ങൾ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും തിമിർപ്പുകളായി നാം എന്നും രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈശ്വരൻ നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഉപേന്ദ്ര, തിരുമനസ്സേ, എന്തെങ്കിലും വിശേഷ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടോ? തിരുമനസ്സേ, 3 വ്യത്യസ്ത മത നേതാക്കന്മാർ തമ്മിൽ മത്സരിച്ച് അങ്ങയെ മുഖം കാണിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ കൊട്ടാരത്തിലെ സന്ദർശക മുറിയിൽ വിശ്രമിക്കുകയാണ്. 3 പേർക്കും കൃത്യം 4 മണിക്ക് തന്നെ അങ്ങ് ചടങ്ങ് നടത്തിക്കൊടുക്കണം. ഓഹോ, അപ്പോൾ കേരളത്തിലും ഒരു ചൊവ്വാദോഷം തുടങ്ങിയോ? ശരി, അവർ വരാൻ പറയും. ആരെവിടെ? നമ്മുടെ മാന്യ വ്യക്തികളെ സ്വീകരണ മുറിയിൽ നിന്നും ഇങ്ങോട്ട് ആനയിച്ചാലും